everyone, welcome back. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റഗ്രേഷനിലെ ഒരു പ്രോബ്ലമാണ്. സോ എന്താണ് പ്രോബ്ലം നോക്കുക, ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എൽ എൻ എക്സ് ഡി എക്സ്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് അല്ലേ. ഇൻ്റഗ്രേഷൻ ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ഒരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻ്റഗ്രേഷൻ ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞിട്ട്. സോ അത് പോയിട്ട് കാണാം. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഫോർമുല എന്താണ്? ഇൻ്റഗ്രൽ യു ഡി വി ഈക്വൽ ടു യു വി മൈനസ് ഇൻ്റഗ്രൽ വി ഡി യു. അപ്പോൾ നമുക്കിവിടെ യു കാണണം, വി കാണണം അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുക, ഐലേറ്റ് റൂൾ വെച്ചിട്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ലോഗല്ലേ ആദ്യം വരുന്നത്, പിന്നെ അല്ലേ ഓൾജിബ്ര വരുന്നത്. ലോഗ് എക്സ് കഴിഞ്ഞിട്ടല്ലേ ഓൾജിബ്ര വരുന്നത്. സോ നമുക്ക് എന്ത് കൊടുക്കാം? യു ഇസ് ഈക്വൽ ടു എൽ എൻ എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഡി യു എന്ത് വരും? ഡി യു ഇസ് ഈക്വൽ ടു 1/x ഡി എക്സ് അല്ലേ. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ഡി എക്സ്. ഇനി അടുത്ത എന്താണ്? ഡി വി വേണം. അപ്പോൾ നമ്മൾ യു എന്ന് പറയുന്നത് ലോഗ് എക്സ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാതും എന്താണ്? ഡി വി ആണ്. ഇത് ഡി വി ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ നമുക്ക് വി എങ്ങനെ കാണാം? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ക്യൂബ് ബൈ 3. സോ വി കിട്ടിയില്ലേ. ഇത് നമ്മളിവിടെ ഇക്വേഷനിൽ കൊടുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എൽ എൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു യു എന്താണ്? യു എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ്. സോ ലോഗ് എക്സ് ഇൻറ്റു യു വി അല്ലേ, വി എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ബൈ 3 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 മൈനസ് ഇൻ്റഗ്രൽ വി ഡി യു. വി എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ബൈ 3, ഡി യു എന്ന് പറഞ്ഞാൽ എന്താണ്? 1/x ഡി എക്സ് ഇൻറ്റു 1/x ഡി എക്സ്. അപ്പോൾ നമുക്കിവിടെ ഈ എക്സിനെയും ഇതിലൊരു എക്സിനെയും ക്യാൻസൽ ചെയ്തൂടെ. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ ഒക്കെ വരും അല്ലേ. അപ്പോൾ ഇതെങ്ങനെ വരിക? എക്സ് ക്യൂബ് ബൈ 3 എൽ എൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 3 ഡി എക്സ്. സോ ഈ കോൺസ്റ്റൻറ്റ് നമുക്ക് എന്ത് എഴുതാം? പുറത്തെടുത്ത് എഴുതാം, 1/3 എന്ന് പറഞ്ഞ് എഴുതാം അല്ലേ. അപ്പോൾ ഈക്വൽ ടു എന്ത് വരും? എക്സ് ക്യൂബ് ബൈ 3 എൽ എൻ എക്സ് മൈനസ് 1/3 ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? എക്സ് ക്യൂബ് ബൈ 3 അല്ലേ. അപ്പോൾ ഈക്വൽ ടു എന്താ വരിക? എക്സ് ക്യൂബ് ബൈ 3 എൽ എൻ എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 9 പ്ലസ് സി. ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 1 എൽ എൻ എക്സ് ഡി എക്സ്. സോ ഇതെങ്ങനെ ചെയ്യാം? ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ എൽ എൻ എക്സിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എൽ എൻ എക്സ് പ്ലസ് എൽ എൻ എക്സ് ഡി എക്സ്. ഇനി നമുക്ക് ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എൽ എൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എൽ എൻ എക്സ് ഡി എക്സ്. ഇനി എക്സ് സ്ക്വയർ എൽ എൻ എക്സ് ഡി എക്സിനെയും അതേപോലെ ഇൻ്റഗ്രൽ എൽ എൻ എക്സ് ഡി എക്സിനെയും സെപ്പറേറ്റ് ആയിട്ട് കാണാം, എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യാം. സോ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എൽ എൻ എക്സ് ഡി എക്സ് ഇത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലമാണ് അല്ലേ. ഇതെന്താ വന്നത്? എക്സ് ക്യൂബ് ബൈ 3 എൽ എൻ എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 9. ഇനി നമുക്ക് ഇൻ്റഗ്രൽ എൽ എൻ എക്സ് ഡി എക്സ് കാണണം. ഇൻ്റഗ്രൽ എൽ എൻ എക്സ് ഡി എക്സ് എങ്ങനെ കാണാം? നമുക്ക് ഇതിനെയും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് ചെയ്യാം. നമുക്ക് യു ഇസ് ഈക്വൽ ടു എൽ എൻ എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ബാക്കി എന്താണ്? ഡി വി എന്ന് പറയുമ്പോൾ എന്താണ്? ഡി എക്സ് മാത്രമാണ് അല്ലേ. ഡി എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ യു ഇസ് ഈക്വൽ ടു എൽ എൻ എക്സ് എന്ന് വരുമ്പോൾ ഡി യു എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/x ഡി എക്സ്. കാരണം ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x ആണ്. സോ ഇത് 1/x ഡി എക്സ് എന്ന് പറഞ്ഞു. ഇനി ഡി വി എന്ന് പറഞ്ഞാൽ ഡി വി ഇസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം? എന്താണ് ഇക്വേഷൻ? ഇൻ്റഗ്രൽ യു ഡി വി ഇസ് ഈക്വൽ ടു യു വി മൈനസ് ഇൻ്റഗ്രൽ വി ഡി യു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് യു എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ഇൻറ്റു വി എന്ന് പറഞ്ഞാലോ എക്സ് മൈനസ് ഇൻ്റഗ്രൽ വി എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ഡി യു എന്ന് പറഞ്ഞാൽ 1/x ഡി എക്സ് 1/x ഡി എക്സ്. അപ്പോൾ ഇതെന്ത് വരും? ഇവിടെ എക്സ് എൽ എൻ എക്സ് മൈനസ് ഈ എക്സിനെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് അല്ലേ. എക്സ് എൽ എൻ എക്സ് മൈനസ് എക്സ്. ഇനി ഇതിനെയും അതേപോലെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എൽ എൻ എക്സ് ഡി എക്സിനെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ലോഗ് എക്സ് ഡി എക്സ് എന്നുള്ളതിൻ്റെ ആൻസർ വരും. അപ്പോൾ എന്താ വരിക? ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 1 എൽ എൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 3 എൽ എൻ എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 9 പ്ലസ് എക്സ് എൽ എൻ എക്സ്
മൈനസ് എക്സ് പ്ലസ് സി